പ്രതിഷേധങ്ങൾക്കിടയിലും PSC ശമ്പള വർധനയുമായി മുന്നോട്ടു പോകാൻ ഉറച്ച പിണറായി സർക്കാർ ഇടത് സംഘടനകളുടെ പ്രതിഷേധങ്ങളെ അവഗണിച്ചാണ് PSC ചെയർമാനും സംഘങ്ങൾക്കും സർക്കാരിന്റെ പ്രത്യേക കരുതൽ. സാധാരണക്കാരുടെ വിചാരങ്ങളും വികാരങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത സർക്കാരായി പിണറായി സർക്കാർ അധപ്പതിച്ചെന്ന് ഫെറ്റോ ആരോപിച്ചു. PSC ചെയർമാനും മറ്റംഗങ്ങൾക്കും വേതനം ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും പിന്നോട്ടില്ല എന്ന നിലപാടാണ് പിണറായി സർക്കാരിൻ്റെത്. അടിസ്ഥാന ശമ്പളം പോലുമില്ലാതെ ആയിരങ്ങൾ പണിയെടുക്കുമ്പോൾ ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുന്നത് പ്രത്യയശാസ്ത്ര വിരുദ്ധതയെന്നാണ് ഇടത് സംഘടനയായ AITC തന്നെ വിമർശിച്ചത്. വിവാദ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും AITC ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എതിർസ്വരങ്ങളെ ഗവനിക്കേണ്ട എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ധനകാര്യമന്ത്രി KN ബാലഗോപാലും നടപടി ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. ഇവർക്ക് ഇരട്ടിലധികം വേതനം നൽകിയതിൽ തെറ്റില്ല എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. അതേസമയം സർക്കാർ നടപടി പ്രതിഷേധിച്ച് ഫെറ്റോയും രംഗത്തെത്തി. സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് പിണറായി സർക്കാർ എന്നാണ് ഫെറ്റോ കുറ്റപ്പെടുത്തിയത്. നമ്മുടെ PSC അംഗങ്ങൾക്ക് പ്രതിമാസം ഏകദേശം 2.25 ലക്ഷത്തിലധികം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അത് 1 ലക്ഷത്തിലധികം രൂപ കൂടി വർദ്ധിപ്പിച്ച് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാനത്തിന്റെ ക്യാബിനറ്റ് യോഗം തീരുമാനമെടുക്കുകയുണ്ടായി. അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നമ്മുടെ ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്. അവർക്ക് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന 7000 രൂപ 3 മാസമായിട്ട് കുടിശ്ശികയായിരിക്കുന്നു. അത് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന IAS IPS കേഡറുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ക്ഷാമബത്ത അടക്കമുള്ള കുടിശ്ശിക കൃത്യമായിട്ട് സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ നിശ്ചിത വരുമാനക്കാരായ താഴ്ന്ന വരുമാനക്കാരായ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് അവരുടെ ആനുകൂല്യങ്ങളിൽ ഈ സർക്കാർ. അപ്പൊ സാധാരണക്കാരന്റെ ഒപ്പമല്ല ഈ സർക്കാർ പണക്കാരന്റെയും അതുപോലെ തന്നെ സമ്പന്നരുടെയും ഒപ്പമാണ് എന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന ശമ്പളവും DAയും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെ 3 ലക്ഷത്തിന് മുകളിലാണ് ചെയർമാന്റെ ശമ്പളം. അംഗങ്ങൾക്കും 3 ലക്ഷത്തിന് മുകളിൽ വരും. ജനം, തിരുവനന്തപുരം.